പിന്നെ ഞാൻ ഒരു പണികളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ അങ്ങനെ സാധിക്കുന്നത്. ഗുരുദേവന്റെ അനുഗ്രഹം സാധിക്കാത്ത ഒന്നുമില്ല. ഗുരുദേവനെ പറ്റി അറിഞ്ഞൂടെ? എത്രയും കൊല്ലം ഇതിന്റെ സാഹചര്യത്തിൽ നടത്തുന്നതാണ്. SNDP യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുപ്ത സമാജത്തിന്റെ ആയിട്ട് കുറെ കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുഗ്രഹം ഈ കുടുംബത്തിലുണ്ടാവും. ഞാൻ സാംസ്കാരിക സമിതിയിലെ പ്രഥമ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. അതിൽ RDO സോമനാഥൻ സാറും പ്രസിഡന്റും ഞാൻ സെക്രട്ടറി. അതുപോലെ VN നാരായണൻ കേരള കോളേജ് പ്രിൻസിപ്പാളിനായിരുന്നു. അത് തുണ്ടത്തിൽ വിജയൻ എഞ്ചിനീയർ അവരൊക്കെ ഫീൽഡ് സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുണ്ട്. സാംസ്കാരിക ഗവൺമെന്റ് സാർ അങ്ങനെ ഒരു പരിചയം എനിക്ക് കിട്ടിയിരുന്നു. അവരൊക്കെ വലിയ വലിയ ആൾക്കാരില്ല. നമ്മൾ വളരെ ഇന്ത്യനെ കൊള്ളു ദൈവമേ ഞാൻ പേടിച്ചിരുന്നു. അവര് ഒപ്പം ഇരിക്കാനോ കസേരയിൽ ഇരിക്കാൻ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. അത് അവരുടെ അവരുടെ ഇതുണ്ടല്ല എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അവരെന്തോരം സഹായിച്ചുള്ളത്. അന്ന് കുറെ ഫണ്ട് ഉണ്ടാക്കി. അന്ന് 60,000 രൂപയുടെ വിശ്വാസിനിക്ക് കൊണ്ട് ഗാനം നടക്കുന്ന KC പ്രകാശൻ പറഞ്ഞു. ഇപ്പോഴും എന്നോട് വളരെ സ്നേഹമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഭക്തി ആദരപൂർവ്വം നമ്മൾ ലോകമെമ്പാടും ആദരിച്ചതിൽ നമ്മുടെ ഗുരുദേവ കൂട്ടായ്മ അന്തിക്കാട് ട്രസ്റ്റിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ വിപുലമായ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക്. അപ്പൊ അതിന് നമ്മൾ ചികിത്സാ സഹായമായിട്ടുള്ള കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ഗുരുദേവന്റെ സന്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടായാലും നമ്മുടെ ഗുരുദേവ പ്രസ്ഥാനങ്ങളിലേക്കും പഴയ കാലങ്ങളിൽ അതാത് പഴയ ശ്രീനാരായണീയര് ഒരുപാട് നല്ല കാര്യങ്ങൾ ഓരോ സംഘടനകളിൽ ചെയ്തിട്ടുണ്ട്. ഗുരുദേവ സംഘടന ഇപ്പോൾ SNDP ശാഖകളിലായാലും ഗുരുദേവ പ്രചരണ സഭയിലായാലും നമ്മുടെ കാരമുക്ക് SNJSയിലൊക്കെ ആയാലൊക്കെയുള്ള നമ്മുടെ പഴയ പ്രവർത്തകരെ നമ്മൾ അവരുടെ പ്രവർത്തനത്തിന്റെ മികവിനെ നമ്മളെല്ലാ കൊല്ലവും നമ്മൾ ആദരിക്കാറുണ്ട്. ആ ആദരവിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം നമ്മൾക്ക് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ള ചിന്താഗതി നമുക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നമുക്കിങ്ങനെ ഒരാള് നമ്മുടെ തൊട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. വളരെ യോഗ്യമായിട്ടുള്ള ആ ഗുരുദേവന്റെ ബന്ധമായിട്ട് വളരെ അടുപ്പമുള്ള നമുക്ക് അതിൽ യാതൊരു സംശയമില്ലാതെ തന്നെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിച്ചു. അത് നമുക്ക് അന്ന് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അച്ചാത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ പല അതായത് അന്നത്തെ സമയത്ത് നമുക്കൊരു ജയന്തിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് വളരെ ഗുരുദേവൻ എഴുതിയ കീർത്തനത്തില് ആ കീർത്തനത്തില് ശ്രീകൃഷ്ണ കീർത്തനത്തിന് ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊന്ന് ശ്രീകൃഷ്ണന്റെ ഒരു ജയന്തി കൂടിയാണ് നമുക്കിന്ന്. അപ്പൊ നമുക്കത് വളരെ അന്ന് അച്ചാത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും ആദരവ് ഏറ്റുവാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്കിന്ന് നല്ലൊരു സുദിനം ഗുരുദേവൻ എഴുതിയ കീർത്തനം ശ്രീകൃഷ്ണ കൃതികളിലേക്കും അടങ്ങിയതുകൊണ്ട് ഇന്ന് കീർത്തന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കത് നൽകുവാൻ ആദരവ് ഭക്തിപൂർവം സ്നേഹത്തോടെ ആദരവോടെ നൽകുവാൻ നമുക്ക് സാധിച്ചത് വളരെ അത്യന്തപൂർവമായ ഒരു സന്തോഷം കൂടിയാണ്. ഗുരുദേവന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കിത് ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ഭക്തിപൂർവം അത് നൽകുന്നതിന് വേണ്ടി നമ്മളെ അച്ചാച്ചനെ ക്ഷണിക്കുകയും സ്വീകരിക്കുന്നതിന് വേണ്ടി അച്ഛനെ ക്ഷണിക്കുകയും അതിന്റെ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ കൊല്ലവും ഗുരുദേവനെ വളരെയധികം സ്നേഹിക്കുകയും ഗുരുദേവനെ ആരാധിക്കുകയും അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കുകയും ആ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന നമ്മളുടെ ഗുരുദേവ ഭക്ത കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയുകയും അതിനാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ നമുക്ക് എല്ലാ കൊല്ലവും സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ എന്റെ സഹോദര സ്ഥാനം തുല്യനായ ആനന്ദ ഏട്ടൻ ആനന്ദ പ്ലാസ ബിൽഡിംഗ് അന്തിക്കാടിന്റെ ഓണറും കൂടിയാണ്. ഈ കാര്യം മാത്രമല്ല പല നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി ആനന്ദേട്ടൻ വളരെ
ഇതായിട്ടാണ് അനന്തരം നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ വളരെ നന്ദിയാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. അപ്പൊ അത് കൊടുക്കുന്നതിന് വേണ്ടി അനന്തരം ക്ഷണിക്കുകയും സ്വീകരിക്കുന്നതിന് വേണ്ടി അച്ചാച്ചനെ ശങ്കരനാരായണൻ കാരമുക്ക് എൻ്റെ അച്ചാച്ചനാണ്, വളരെ അടുപ്പാണ്, സ്നേഹമാണ്. സന്തോഷപൂർവ്വം ഞങ്ങൾ ആദരവോടെ അത് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുക.